വെൽക്കം ടു ലിലു ചുലു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഒരുപാട് നാൾക്ക് ശേഷമാണല്ലേ ഒരു വ്ളോഗും കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അധികം വൈകിപ്പിക്കാതെ നമുക്ക് വ്ളോഗിലോട്ട് പോവാം. ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു സേമിയ ഉപ്മാവാണ്. പിള്ളേർക്ക് കൊടുത്തയക്കാനും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇത് തന്നെയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു 1.5 കപ്പോളം സേമിയ എടുത്തിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ ഉപ്പും കൂടി ഇട്ടിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. ഒരു 4 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ സേമിയ നല്ലപോലെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇത് സേമിയ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. സേമിയ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് വേണ്ട വെജിറ്റബിൾസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിലോട്ട് നിങ്ങൾക്ക് ഏതൊക്കെ വെജിറ്റബിൾസാണ് ഇഷ്ടമുള്ളത് അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് ക്യാരറ്റും ബീൻസും കുറച്ച് മല്ലിയില മാത്രമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് മഷ്റൂം വേണമെങ്കിലോ കോളിഫ്ലവർ വേണമെങ്കിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലോട്ട് വേണ്ട വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാടൊന്നും ആവശ്യമില്ല. ഞാനിവിടെ ഒരു ക്യാരറ്റും ഒരു 5 ബീൻസ് അത്ര തന്നെ മതി. കൂടുതലാവുമ്പോൾ അത്ര ഏത് വെജിറ്റബിൾ ആയാലും ഒരുപാട് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറിപ്പോകുന്നത് പോലെ തോന്നും. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോഴാണെങ്കിൽ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇതുപോലൊരു വീഡിയോ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അങ്ങോട്ട് ക്ഷമിച്ചേക്ക്. എന്തോ എനിക്ക് വീഡിയോ ചെയ്യാനൊന്നും ഒട്ടും മൂടില്ലായിരുന്നു. ഇപ്പോഴാണ് എല്ലാത്തിനും ഒന്ന് സമയമായെന്ന് തോന്നുന്നു. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് മുമ്പിൽ പറ്റുന്ന പോലെ നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് വരാം. അങ്ങനെ ഞാനിവിടെ ബീൻസും ക്യാരറ്റും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഒരു ഹാഫ് ഓണിയനും എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 4-5 വെളുത്തുള്ളിയും കൂടി അല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിനിടയിൽ നമ്മുടെ സേമിയ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാനും മറക്കണ്ട. കാരണം ഒരുപാട് അങ്ങോട്ട് വെള്ളം ഇല്ലാതായി കഴിഞ്ഞാൽ കട്ട കിട്ടുന്നതായിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളമൊക്കെ ഇല്ലേന്നൊന്ന് ചെക്ക് ചെയ്യണം. ഒരു 4 മിനിറ്റ് അത് തന്നെ മതി. അപ്പോഴേക്കും നമ്മുടെ സേമിയ ഇവിടെ വെന്ത് വന്നോളും. ഇത് നമുക്കൊരു ഈസി റെസിപ്പിയാണ്. അതോടൊപ്പം നമുക്ക് ടൈം ഇല്ലാത്തപ്പോഴൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി എന്ന് പറയില്ലേ, നമുക്ക് ഇഷ്ടമായിരിക്കും. അതോടൊപ്പം പിള്ളേർക്ക് ടിഫിനായിട്ട് കൊടുത്തയക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിള്ളേർക്കൊക്കെ ഇഷ്ടമാവുകയും ചെയ്യും. ന്യൂഡിൽസ് പോലെ കഴിക്കാൻ നല്ല ഈസിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ സേമിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ പശപ്പൊന്ന് മാറിക്കിട്ടാൻ വളരെ നല്ലതാണ്. ഇതുപോലെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട കിട്ടിയ പോലെ ഉണ്ടാവും. അത് ഒഴിവാക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതേ പാനിൽ തന്നെയാണ് ഇനി ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കുന്നത്. ഞാനൊന്ന് പാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയല്ല, ഞാൻ ഓയിലാണ് എടുക്കുന്നത്. ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഫ്ലേവറൊക്കെ ആ ഓയിലും എല്ലാത്തിലും നല്ല പോലെ ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ജസ്റ്റ് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് വേഗത്തിൽ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുക്കാം. ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വെളുത്തുള്ളിയുടെ കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഒണിയൻ ഇട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് ക്യാരറ്റും ബീൻസും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഞാനൊരു എക്സ്ട്രാ ടേസ്റ്റിന് എന്നോണം ഒരു 1/2 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അതൊന്ന് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു പാകമാണ് അത് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പറ്റുമെങ്കിൽ തേങ്ങ ഇട്ട് കൊടുത്ത് നോക്കുക. ആ ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യും.
ഇതിലോട്ട് നിങ്ങൾക്ക് ഒരുപാട് സ്പൈസി ആയിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പൗഡേഴ്സൊക്കെ യൂസ് ചെയ്യാം. ഞാനിത് മോർണിംഗിലുള്ളതും പിന്നെ കുട്ടികൾക്ക് കൊടുത്തയക്കാനുള്ളതും കൊണ്ട് ഞാൻ വളരെ ലേറ്റ് ആയിട്ടുള്ള പൗഡേഴ്സ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം, പക്ഷേ ഇതിൽ ആവശ്യമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയണം. ഇതിനൊരു മൈൽഡ് ടേസ്റ്റാണ്. എന്നുവെച്ചാൽ എല്ലാം ഒന്നൊരു ബാലൻസിലായിട്ട് കൊണ്ടുപോകുന്ന ഒരു ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ എല്ലാം കുറേശ്ശെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും. അത്ര തന്നെയാണ് നമ്മൾ പൗഡേഴ്സായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. ഒരുപാട് പൗഡേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ പൗഡേഴ്സൊക്കെ ഒന്ന് യൂസ് ചെയ്യാം. ഇത് ഡിന്നറായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പൈസിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ചുകൂടെ പൗഡേഴ്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അധികം പൗഡേഴ്സൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. നമ്മുടെ പൗഡേഴ്സിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് വേവിച്ച് വെച്ച സേമിയ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല പോലെ ഒന്ന് തണുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ സേമിയ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, ടേസ്റ്റിയാണ്. എന്തായാലും ഇതേ രീതിക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അത് എത്ര ടേസ്റ്റി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എപ്പോഴും സേമിയ എടുക്കുമ്പോൾ കുറച്ച് തടിയുള്ള സേമിയ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ വരുന്ന പോലെ നല്ല നൈസായിട്ട് വരുന്ന സേമിയ ഉണ്ടല്ലോ, അത് ഒഴിവാക്കിയിട്ട് കുറച്ച് തടിയൊക്കെ ഉള്ള സേമിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പെർഫെക്ഷനായിട്ട് നമുക്ക് കിട്ടും. ഒരു നൂഡിൽസൊക്കെ കഴിക്കുന്ന അതേ ലാഘവത്തിൽ നമുക്കിത് കഴിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. നിങ്ങൾക്ക് മല്ലിയിലയോ സ്പ്രിംഗ് ഓണിയനോ നിങ്ങൾക്ക് ഏത് ലീഫാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ്. അതും കൂടി ഒന്ന് ഇട്ട് കഴിയുമ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് നമ്മുടെ സേമിയ ടിഫിനായിട്ട് ഒന്ന് പാക്ക് ചെയ്തെടുക്കാം. ഇപ്പോഴാണെങ്കിൽ രാവിലെ നമുക്ക് ഒന്നിനും സമയം കിട്ടത്തില്ല. കാരണം 6 മണിക്ക് ബസ് വരും. അതിന് മുമ്പായിട്ട് നമുക്ക് എല്ലാം റെഡിയായി കിട്ടുകയും വേണം. അപ്പോൾ രാവിലെ രണ്ടുപേരും ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് 2 ആളെയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് രാവിലെ വീഡിയോ എടുക്കലൊന്നും ഒട്ടും നടക്കാത്തൊരു കാര്യമാണ്. ഫുൾ ബിസി ആയിരിക്കും. അതൊക്കെ കൂടിയിട്ടാണ് തീരെ വീഡിയോ ഇടാൻ ഇപ്പോൾ ഇത്രയും ലേറ്റ് ആയത്. കാരണം അവരെ പിന്നാലെ തന്നെ നമ്മൾ വേണം. അതും കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്നത്തെ ലഞ്ചിന് ഞാൻ എടുക്കുന്നത് ഒരു സാമ്പാറാണ്. അധികം വെജിറ്റബിൾസ് ഒന്നുമില്ല. ഉള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് വെച്ചിട്ട് നല്ലൊരു സൂപ്പർ സാമ്പാർ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ ബാക്കി ഏത് ഇൻഗ്രീഡിയൻസും കൂടിയാണെങ്കിലും നമുക്ക് അടിപൊളി സാമ്പാർ റെഡിയാക്കാൻ പറ്റുന്നത്. എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തതായിട്ട് തോന്നുന്നത് എപ്പോഴും വെണ്ടയ്ക്കയാണ് സാമ്പാറിൽ. ഇന്നിപ്പോൾ സാമ്പാർ റെഡിയാക്കാനായിട്ട് എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ബീൻസ് എടുത്തിട്ടുണ്ട്, അതുപോലെ ചുരക്ക എടുത്തിട്ടുണ്ട്, ഒരു ഉരുളൻകിഴങ്ങ് വലുത് തന്നെയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഓണിയനും ടൊമാറ്റോയാണ് എടുത്തിട്ടുള്ളത്. ഇതിനിടയിൽ ഒരു വാട്ടർമെലനൊക്കെ കട്ട് ചെയ്തിട്ട് കഴിക്കുന്നുണ്ട്. നല്ല ചൂടാണിപ്പോൾ. ഇനിയുള്ള 2 മാസം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. അത്രമാത്രം ചൂടാണ്. നമ്മൾ വെറും നാട്ടിലെ ചൂട് മാത്രമാണ് ഇപ്പോൾ കേട്ട് ഇരുന്നിരുന്നത്. ഇപ്പം മഴ കൊണ്ടുള്ള ശല്യമായിട്ടുണ്ട് എന്ന് നാട്ടിൽ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഇടയിൽ ഒരു വാട്ടർമെലനൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണ്. ഞാനിവിടെ പുളിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പരിപ്പ് 2 വിസിലടിച്ചിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പരിപ്പ് എപ്പോഴും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കാറാണ് പതിവ്. എന്നാലാണ് ആ സാമ്പാറിന് നല്ല കട്ടിയുള്ളതായിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് പരിപ്പ് ഞാൻ മുന്നേ വേവിച്ച് വെക്കാറുണ്ട്. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. അതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് പരീക്ഷിക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. അതുപോലെ കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുമുണ്ട്. ഇനി നമുക്ക് സാമ്പാർ റെഡിയാക്കി എടുക്കാം.
ടൈമിൽ നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടിയിലോട്ട് ആ പരിപ്പൊന്ന് വേവിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ചട്ടിയിലിട്ടിട്ട് തന്നെയാണ് സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഇനി എല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സാമ്പാറിന് നമ്മൾ പച്ചക്കറിക്ക് ഉണ്ടാക്കുന്ന പോലെയല്ലല്ലോ, കുറച്ചുകൂടെ വലുപ്പത്തിലല്ലേ നമ്മൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ 2 പച്ചമുളകും നടുവേ കീറിയിട്ടും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇതിനിടയിൽ ഞാൻ കുക്കറിൽ ചോറ് വെക്കാനായിട്ട് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാ പണികളും ഒന്നിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്തായാലും കയറുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ പണികളൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഇന്ന് ലഞ്ചിനായിട്ടും മറ്റൊരു റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ചുരക്ക് വെച്ചിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ്. നല്ല ടേസ്റ്റിയാണ്. അതുകൊണ്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ നല്ലൊരു അധികം എരിവൊന്നും ഇല്ലാതെ ഒരു 2 പച്ചമുളക് മാത്രം ഇട്ടിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഒരുപാട് തേങ്ങയോ ഇതൊന്നും ഇട്ടിട്ട് നമ്മൾ തോരൻ വെക്കുന്ന കണക്കിനൊന്നും വെക്കാതെ മെഴുക്കുവരട്ടിയായി എടുക്കുമ്പോൾ നല്ലൊരു കൂളിംഗ് ആണ് നമുക്കത് കഴിക്കുമ്പോൾ കിട്ടുക. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ ടൈമിൽ പുളി നമുക്ക് പിഴിഞ്ഞെടുക്കാം. നല്ല പോലെ കുക്ക് ആയതിന് ശേഷം മാത്രം പുളി ഒഴിഞ്ഞെടുക്കുക ശ്രദ്ധിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസ് ഒന്നും വെന്ത് കിട്ടത്തില്ല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനിടയിൽ ഞാൻ ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള ചിരക്കൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ കഴുകലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. കാരണം അത് അപ്പോഴേക്കപ്പോൾ കഴുകി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ഓവറായി പോവും. അതുകൊണ്ട് അതും കൂടി ഇതിൻ്റെ ഇടയിൽ സൈഡായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചോറൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിവിടെ 2 വിസിലാണ് ചോറ് വേവിച്ചെടുക്കാറ്. നമ്മളിവിടെ മെഴുക്കുവരട്ടി റെഡിയാക്കാനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, കടുകൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചുരക്കയും 2 പച്ചമുളകും കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിനിടയിൽ ഞാൻ സാമ്പാറിന് വേണ്ട പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഒരു 1.5 ടീസ്പൂൺ സാമ്പാർ പൗഡർ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ പൗഡേഴ്സായിട്ട് വേറെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇനി ഈ പൗഡറൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സാമ്പാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനിയാണ് ഇതിലേക്ക് കടുക് വറുത്തിടുന്നത്. അതിലോട്ട് നമുക്ക് അതുപോലെ വെണ്ടയ്ക്കയും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം. ഞാനെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് വേവിച്ചെടുക്കാറ്. ചിലവർ തേങ്ങ വറുത്തരച്ചിട്ടൊക്കെ സാമ്പാർ ഉണ്ടാക്കില്ലേ, അതേ ഒരു ടേസ്റ്റിൽ തന്നെയാണ് ഈ സാമ്പാറും നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. തേങ്ങ വറുത്തിട്ടില്ല എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അത്രയും ടേസ്റ്റി ആയിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിതിലോട്ട് വറവിട്ട് കൊടുക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും അതുപോലെ ഉണക്കമുളകും കടുകും ഒക്കെ ഇട്ട് ഒന്ന് പൊട്ടിക്കുക. അതോടൊപ്പം ഒരു 1/2 തക്കാളി എടുക്കുന്നുണ്ട്. നമ്മളൊരു 4-5 വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ല പോലെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ഈസി ആയിട്ടുള്ളൊരു സാമ്പാറാണ്. പക്ഷേ ഒരുപാട് സ്റ്റെപ്പായിട്ട് ചെയ്തു എന്ന് മാത്രം. നല്ല ടേസ്റ്റിയാണ്, നല്ല ഈസിയാണ് ഈ സാമ്പാർ ഉണ്ടാക്കാൻ. ഇതിലോട്ട് ശരിക്കും വേണ്ടത് കോമ്പിനേഷനായിട്ട് വേണ്ടത് നല്ലൊരു മാന്തലൊക്കെ ഉണക്കമീൻ ഉണ്ടെങ്കിൽ അതും ഒരു പപ്പടം ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഉണക്കലില്ലാത്തത് കൊണ്ട് ഞാൻ അത് ഉണ്ടാക്കുന്നില്ല. എല്ലാവർക്കും ഉണക്കമീൻ ഇഷ്ടമാണോ ഒന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ എനിക്കിഷ്ടമാണ്, മാന്തലൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പിന്നീട് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 4 മണിയായപ്പോൾ ഇവിടെ മോൾക്ക് സ്വിമ്മിങ് ക്ലാസ്സിന് വന്നതാണ്. ഇതൊന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ ഇവിടെ ഒരാൾ പുറത്തിങ്ങനെ ഇരുന്നിട്ട് അവൾക്ക് പറ്റിയ ടോയ്സൊക്കെ എടുത്തിട്ട് അവൾ കളിക്കുന്നുണ്ട്. ഇവരാണെങ്കിൽ ഇവിടെ സ്വിമ്മിങ്ങും നടക്കുന്നുണ്ട്. ഭയങ്കര ബോറിംഗ് ആണ് കേട്ടോ ഇയാൾക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. പക്ഷേ നല്ല ആഴമുണ്ട്, കാണുന്ന പോലെയല്ല, കുറച്ച് ആഴമുണ്ട്. അപ്പോൾ ആളിവിടെ ഇങ്ങനെ ചെറിയ പൂളുണ്ട്, അതിലോട്ട് ഇങ്ങനെ കാലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ടോയ്സൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കളിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതുപോലെ കരോം സെൻറ്ററിലും കൂടി ഒന്ന് പോയി.
ഇന്നത്തേത് ഒരു ചെറിയ വ്ളോഗാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും നിങ്ങളെ കമൻസൊക്കെ ഒന്ന് എഴുതി അറിയിക്കും. പെട്ടെന്ന് തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, ലവ് യു ഓൾ.